ഇനി ഒരിക്കൽ കൂടി തുടർഭരണം വന്നാൽ കേരളം ബംഗാളായി മാറും. അടുത്ത ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കാൻ പാർട്ടിക്കാർ കാണത്തില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ അങ്ങനെ ഇടതുപക്ഷം നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷം തകർന്നിട്ട് ആ സ്ഥാനത്ത് ബംഗാളിലെ പോലെ ബിജെപി പോലെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷം തകരരുത്. ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണം. ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ, പ്രസക്തി ഉണ്ടാകണമെങ്കിൽ പിണറായി ഭരണം അവസാനിക്കണം. ഈ സർക്കാർ പോയേ തീരൂ. ഭരണമാറ്റം ഉണ്ടാകണം. അങ്ങനെ വന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ വരും, ശുദ്ധീകരണം വരും. അപ്പോൾ ഇടതുപക്ഷത്തിൽ കേരളത്തിൽ വീണ്ടും ഒരു പ്രസക്തി ഉണ്ടാകും. അതുകൊണ്ടാണ് ധാരാളം ഇടതുപക്ഷക്കാർ ഇത്തവണ UDF-നെ കിട്ടാൻ പോകുന്ന ചരിത്രപരമായ വിജയത്തിന്റെ പ്രധാന ശില്പികൾ ഇടതുപക്ഷ വോട്ടർമാർ തന്നെയായിരിക്കും. അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ്. BJP-യെ കുറിച്ച് അധികം പറയുന്നില്ലേ. ഈ മണ്ണിനെ പറ്റിയ പാർട്ടി അല്ലത്. കേരളത്തിന്റെ മണ്ണിൽ ഈ വിത്തിന് അധികം നാൾ വളരാൻ സാധ്യമല്ല. ഇത് മതമയത്തിന്റെ നാടാണ്, അത് സൗഹാർദ്ദ നാടാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഓണവും വിഷുവും പെരുന്നാളും നോയമ്പും ക്രിസ്മസും ഈസ്റ്ററുമെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ജാതി തിരിച്ചുള്ള തെരുവുകളില്ല, മതം തിരിച്ചുള്ള തെരുവുകളില്ല. ഇത് സൗഹാർദ്ദത്തിന്റെ നാടാണ്, സമുദായ സൗഹാർദ്ദ നാടാണ്, ശ്രീനാരായണ ഗുരു നാടാണ്. മതമേതായാലും മനുഷ്യൻ നന്നായെന്ന് പറഞ്ഞ നാരായണ ഗുരുസ്വാമിയുടെ നാടാണ്. ഈ മണ്ണിൽ ഈ പരിപ്പ് വേഗത്തില്ല. പ്രധാനമന്ത്രി വരുന്നുണ്ട്, നല്ല ആൾക്കൂട്ടമുണ്ട്, കാശുണ്ടല്ലോ ഇഷ്ടം പോലെ. പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ടും ദിവസവും നോക്കിയിട്ടും തീർച്ചയായും BJP-ക്ക് ഒരു സീറ്റ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ BJP-ക്ക് ഭാവിയില്ല. ഞാൻ മറ്റൊന്നും പറയുന്നില്ല, പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി മുതൽ അമിത്ഷാ മുതൽ RSS വരെ ഒരു കാര്യം നിശ്ചയിച്ചു: കേരളത്തിൽ UDF വരരുത്. ഇനി ഒരു മുഖ്യമന്ത്രി കൂടി തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടി ഉണ്ടാകരുത്. അവരുടെ ഉറച്ച തീരുമാനമാണ്.